വേണ്ട ഓർമ്മ സാറേ, എന്നെ പിടിക്കൊന്നും വേണ്ട. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അയ്യോ മോളെ, എന്തു പറ്റി പ്രതാപ? എന്താന്ന് വെച്ചാ നീ ഇത് പറ. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു ചേച്ചി. എന്റെ ഒരു സഹപ്രവർത്തകന്റെ അനുജന്റെ മകനായതുകൊണ്ട് റോഹൻ വളരെ നല്ലവനായിരിക്കുന്നു ഞാൻ കരുതിയത്. പക്ഷേ അവൻ വെറും ഫ്രോഡായിരുന്നു, ഒരു നാലാംകിട ക്രിമിനൽ. എന്നിട്ട് എന്താ ഉണ്ടായേ? പറയാം. രാജു അപകടം മനസ്സിലാക്കി എനിക്ക് നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. മാത്രമല്ല ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാപ്പും. ഞാൻ അവിടെ ചെന്നപ്പോ ഭാഗ്യം കൊണ്ട് മാത്രമല്ല അവിടെ രക്ഷപ്പെട്ടത്. രാജു സാറേ, അതെ, തക്ക സമയത്ത് രാജുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഹൃതിയെ ജീവനോടെ തിരിച്ചു കിട്ടിയത്. ആ റോഹൻ എന്ന് പറയുന്നവൻ ഒട്ടും ശരിയല്ലെന്ന് അവൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. അവനൊരു സൈക്കോയാ. അവര് ഈ സിറ്റിയിലെ നമ്പർ 1 ക്രിമിനലാ. എന്നിട്ട് അതെന്താ നീ നേരത്തെ എന്നോട് പറയാത്ത? ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിച്ചിട്ട് വേണ്ടേ? നിന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ തന്നെയല്ലേ ദീപക്കെ? രാജു, വേദന കൂടുതലുണ്ടോ? ഇല്ല മാഡം, കുഴപ്പമില്ല. ഡോക്ടർ അതിനുള്ള മെഡിസിൻ തന്നിട്ടുണ്ട്. എനിക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി മരിക്കാൻ തയ്യാറായതവൻ. സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും വീർപ്പ് മുട്ടിക്കുന്ന ഇവനെ പോലുള്ള ചെറുപ്പക്കാരെ ഈ ജനറേഷനിൽ കാണാൻ കിട്ടുമോ? ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കാൻ ഇവൻ എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവൻ എന്താ പകരമായി കൊടുക്കുക? അകലെ